ഒരാഴ്ച കൊണ്ട് തന്നെ ബിഗ് ബോസിലെ സീസൺ 7 മത്സരാർത്ഥികളിൽ ഒരാളായി രേണു സുധി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ബിഗ് ബോസിന് മുമ്പ് എന്ന പോലെ ഇപ്പോഴും വിമർശകർ ഏറെയുണ്ടെങ്കിലും രേണുവിനെ പിന്തുണയ്ക്കുന്നവരും നിരവധി പേരുണ്ട്. ബിഗ് ബോസിന് അകത്തെ കാര്യങ്ങളിലേക്ക് കടക്കുകയാണെങ്കിൽ പുറത്ത് രേണുവിനോടുള്ള എതിർപ്പ് അറിഞ്ഞുകൊണ്ട് തന്നെയുള്ള മത്സര രീതികളാണ് ചില മത്സരാർത്ഥികളും അവർക്കെതിരെ എടുക്കുന്നത്. വളരെ കൃത്യമായ പ്ലാനിങ്ങുമായി ബിഗ് ബോസിലേക്ക് എത്തിയ വ്യക്തി കൂടിയാണ് രേണു സുധി. സഹതാപം പിടിച്ചു പറ്റുകയെന്നതുപോലുള്ള മുൻ സീസണുകളിൽ കണ്ട പല സ്ട്രാറ്റജികളും രേണുവും പയറ്റുന്നുണ്ട്. എന്നാൽ മറ്റാരും ഇതുവരെ ചെയ്യാത്ത ഒരു തന്ത്രമായിരുന്നു തനിക്ക് വേണ്ടി വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള വീഡിയോ മുൻകൂറായി ചെയ്തു വെച്ചുകൊണ്ട് സമയാസമയങ്ങളിൽ അത് തൻ്റെ സോഷ്യൽ മീഡിയ പ്രൊഫൈലുകൾ വഴി പങ്കുവെക്കാനായി രേണു ആളെ തയ്യാറാക്കി വെച്ചിരുന്നു. എന്നാൽ ഈ തന്ത്രം ആദ്യ ആഴ്ചയിൽ തന്നെ മോഹൻലാൽ പൊളിച്ചു കയ്യിൽ കൊടുക്കുകയും ചെയ്തു. ഇതോടെ വിഷയത്തിൽ രേണു സുധി മാപ്പ് പറയുകയും ഇനി അത്തരം വീഡിയോകൾ പങ്കുവെക്കേണ്ടതില്ലെന്ന് കസിനോട് അഭ്യർത്ഥിക്കുകയും ചെയ്തു. അതേസമയം രേണു സുധിയെ വിചാരണ ചെയ്തു തേജോവധം ചെയ്യാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ് ചിലർ എന്നാണ് ഒരു പ്രേക്ഷകൻ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച കുറിപ്പിൽ പറയുന്നത്. വൈറലായി മാറിയ കുറിപ്പിൻ്റെ പൂർണ്ണരൂപം ഇങ്ങനെ: രേണു സുധിയെ വിചാരണ ചെയ്തു തേജോവധം ചെയ്യാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ് ചിലർ. എന്ത് കുറ്റമാണ് ആ പെൺകുട്ടി ചെയ്തത്? വ്യക്തിപരമായോ സാമൂഹ്യപരമായോ മോശമായി വാദിക്കുന്ന എന്തെങ്കിലും വാക്കുകളോ പരാമർശങ്ങളോ ആ സ്ത്രീ നടത്തിയതായി എനിക്കറിയില്ല. അഭിനയിക്കുവാൻ ഒരു ചാൻസ് കിട്ടി, അത് ഒരു വരുമാന മാർഗമായി കണ്ടു, ഒരു തൊഴിലായി അത് ചെയ്തു, അതിൻ്റെ പ്രതിഫലം വാങ്ങി ജീവിക്കുന്നു എന്നതിലുപരി ആർക്കും ഒരു ദോഷവും രേണു ചെയ്തിട്ടില്ല. പിന്നെ എന്താണ് ചിലർ കാണുന്ന കുറ്റം? രേണുവിന് അവരൊക്കെ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള സൗന്ദര്യം ഇല്ലത്രേ. അതുകൊണ്ട് രേണുവിൻ്റെ അഭിനയം അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല. മലയാള സിനിമയിലും തമിഴ് സിനിമയിലും അഭിനയിക്കുന്ന സ്ത്രീ പുരുഷന്മാരെല്ലാം സുന്ദരീ സുന്ദരന്മാരാണോ? അഭിനയവും സൗന്ദര്യവുമായിട്ട് അത്രത്തോളം ബന്ധം ഒന്നുമില്ല. സണ്ണിയെ അംഗീകരിക്കും, പക്ഷേ രേണുവിനെ അംഗീകരിക്കാൻ പ്രയാസം. ഇത്രത്തോളം ആക്ഷേപങ്ങളും അപമാനങ്ങളും നേരിട്ട രേണു ഇന്ന് ഏറ്റവും വലിയ റിയാലിറ്റി ഷോയായ ബിഗ് ബോസിൽ എത്തിയിട്ടും പലരും രേണുവിനെ അംഗീകരിക്കാൻ തയ്യാറല്ല. എന്തായാലും ഇത്രയും മനക്കരുത്തോടെ ജീവിച്ച് വിജയിച്ചു കാണിച്ച രേണു ഒരു റോൾ മോഡൽ തന്നെയാണ്. ഇനി രേണു ബിഗ് ബോസിൽ എങ്ങനെ പെരുമാറുന്നു എന്നതനുസരിച്ചായിരിക്കും രേണുവിന് കിട്ടുന്ന അംഗീകാരം, വോട്ട് എല്ലാം. അവിടെയും രേണുവിനെ മാനസികമായി തകർക്കുന്ന രീതിയിലുള്ള പെരുമാറ്റമാണ് അക്ബറിൽ നിന്നുണ്ടായിരിക്കുന്നത്. ഒരു സ്ത്രീയുടെ മുഖത്ത് നോക്കി സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിച്ച അക്ബറിൻ്റെ നിലവാരം എത്രയോ താഴെയാണ്. വളരെ അധംപതിച്ച മാനസികാവസ്ഥ തന്നെ. അത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. സെപ്റ്റിക് ടാങ്ക് എന്ന് വെച്ചാൽ നമ്മുടെ വിസർജ്യങ്ങൾ പുറന്തള്ളുന്ന സ്ഥലമല്ലേ, ഞാൻ ഒരമ്മയല്ലേ, ഞാൻ ഒരു സ്ത്രീയല്ലേ എന്നിങ്ങനെ വിലപിക്കുന്ന രേണുവിൻ്റെ മുഖം മനസ്സിൽ നിന്ന് മായുന്നില്ല. സുധിയുടെ മരണം ഏൽപ്പിച്ച ദുഃഖത്തേക്കാൾ വലിയ ദുഃഖമാണ് സമൂഹം അവളിൽ ഇപ്പോൾ അടിച്ചേൽപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ അവസരത്തിൽ രേണുവിനൊപ്പം എന്തായാലും ഇയാൾ ഈ കുറിച്ച വാക്കിലെ ഈ പറഞ്ഞത് സെപ്റ്റി ടാങ്ക് എന്ന് ഒരു അക്ബർ എന്നാൾ പറഞ്ഞതിനോട് എനിക്കും അത്ര യോജിക്കാൻ പറ്റൂല. കാരണം ഒരു മനുഷ്യരെയും കുറ്റം പറയാൻ പഠിച്ചവൻ ആർക്കും അധികാരം തന്നിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ഒരാളെ അങ്ങനെ കുറ്റം പറയേണ്ട ആവശ്യമൊന്നുമില്ല. അയാൾ അങ്ങനെ പറഞ്ഞത് തന്നെ അയാൾ വളരെ നിലവാരം കുറഞ്ഞൊരു മനുഷ്യനായിട്ട് കൂടിയാണ് അങ്ങനെ പറഞ്ഞത്. അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. രേണു എന്ത് ചെയ്താലും കുറ്റം, എന്ത് പറഞ്ഞാലും കുറ്റം, അങ്ങനെ മനുഷ്യന്മാരങ്ങനെ ചെയ്യുന്നതിനോട് എനിക്കത്ര യോജിപ്പില്ല. രേണുവിനോട് അങ്ങനെ പറയുന്നത്, അവർ ഒരു അഭിനയിക്കുന്നു, അവർക്ക് കിട്ടിയതെടുത്തെങ്കിൽ അഭിനയിക്കുന്നു, അവരങ്ങനെ എന്തെങ്കിലും അവർ തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ശിക്ഷ നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല. അത് അഥവാ ആർക്കെങ്കിലും അങ്ങനെ തെറ്റാണ് കുറ്റാണ് അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ഇങ്ങനെ സോഷ്യൽ മീഡിയയിലിട്ട് പറഞ്ഞ് അവരെ വ്യൂസ് കൂട്ടുകയല്ലേ ചെയ്യുന്നത്, അതല്ല ചെയ്യേണ്ടത്. അങ്ങനെ അവരെന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ രേണുവിനോട് ഒറ്റക്ക് ചെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അതല്ലാത്തവരങ്ങനെ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അത് രേണു അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും അങ്ങനെ ചെയ്ത തെറ്റാണെന്നുണ്ടെങ്കിൽ അതിന് ശിക്ഷ കൊടുക്കാൻ മതിയായ ഒരാളുണ്ട്, ആൾ കൊടുക്കുക. അല്ലാണ്ട് നമ്മൾ ജനങ്ങൾ അങ്ങനെ കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മളെല്ലാവരും പല മോഡലും പല തെറ്റുകൾ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. നമ്മൾ തന്നെ അറിയുന്നില്ല നമ്മൾ ചെയ്യുന്ന തെറ്റ്.
അപ്പോൾ നമ്മളെ തെറ്റുകൾ നമുക്ക് കണ്ടുപിടിക്കാനാവില്ല, വേറുള്ളവരുടെ തെറ്റുകളാണ് നമുക്ക് കണ്ടുപിടിക്കാനാവുന്നത്. അപ്പോൾ നമ്മളെങ്കിലും എല്ലാവരും നമ്മളെ മനസ്സിലാക്കി വേറുള്ളവരെ ഒന്ന് കുറ്റം പറയാതിരിക്കുക മനുഷ്യരെ എല്ലാവരും. രേണുവിനായാലും വേറെ ആരായാലും നമ്മൾ എന്തിതായാലും നമ്മൾ ഒന്ന് ചിന്തിക്കണം, നമ്മളും എന്തെങ്കിലുമൊക്കെ തെറ്റ് ചെയ്യുന്നുണ്ടാവുമെന്ന്. അപ്പോൾ ആ തെറ്റ് ചെയ്യുന്നുണ്ടാകുമ്പോൾ നമ്മളെ തെറ്റ് ആരെങ്കിലുമൊക്കെ ഒന്ന് കണ്ടുപിടിക്കുമെന്ന് അങ്ങനെ ചിന്തിച്ചാൽ പിന്നെ വേറുള്ളവരെ നമുക്ക് കുറ്റം പറയാനുള്ള ഒരു മനസ്സുണ്ടാവില്ല.